ആകാശത്തിന്റെ അനന്തതയിൽ അമേരിക്കൻ സൈനിക ശക്തിയുടെ പ്രതീകമായി പറന്നുയർന്ന ആ MQ-1 ഡ്രോൺ ഒരു നിമിഷം കൊണ്ട് ഇസ്ഫഹാൻ പ്രവിശ്യയുടെ മണ്ണിൽ ചെന്ന് പതിച്ചപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ഇത് വെറുമൊരു ഡ്രോൺ വീഴ്ത്തൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാൻ അമേരിക്കൻ ശത്രുതയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റായിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ കണിശമായ കണ്ണുകൾക്കും മിടുക്കിനും മുന്നിൽ അമേരിക്കയുടെ ഈ അത്യാധുനിക ഡ്രോൺ നിലം പതിച്ചെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പതിവ് പോലെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് മൗനം പാലിച്ചു. പക്ഷേ അമേരിക്കയുടെ ആകാശക്കോട്ടയ്ക്ക് ഇറാൻ പ്രഹരമേൽപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നില്ല. ഏകദേശം 5 ആഴ്ച നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ അമേരിക്കയെ ഞെട്ടിച്ച മറ്റൊരു സംഭവം ഇതിനു മുമ്പും അരങ്ങേറിയിരുന്നു. അമേരിക്കൻ പൈലറ്റുമാരുണ്ടായിരുന്ന F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന അത്യാധുനിക പോർ വിമാനത്തെ ഇറാൻ വെടിവെച്ചിട്ടത് വലിയൊരു തിരിച്ചടിയായിരുന്നു. തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ തകർന്നു വീണ വിമാനത്തിൽ നിന്ന് ഒരു പൈലറ്റിനെ സാഹസികമായി രക്ഷിച്ചെങ്കിലും രണ്ടാമത്തെ പൈലറ്റിനെ കുറിച്ച് വിവരമില്ല. ഈ സംഭവത്തിന് പിന്നാലെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് അമേരിക്കയെ നോക്കി പരിഹാസം തൂകിയത് ലോകം മറക്കില്ല. ഇറാനിലെ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ പൈലറ്റുമാരെ കണ്ടോ, ദയവായി ഒന്ന് നോക്കാമോ എന്ന നിലയിലേക്ക് അമേരിക്ക തരം താഴ്ന്നിരിക്കുകയാണെന്ന് സ്പീക്കർ പരിഹസിച്ചു. എന്തായാലും ഈ ഡയലോഗ് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. അത്രമാത്രം പോരായിരുന്നു അവിടെയുണ്ടായിരുന്നത്. F-15E ഫൈറ്റർ ജെറ്റ് വീഴ്ത്തിയതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിനടുത്ത് ഒരു അമേരിക്കൻ A-10 വിമാനം കൂടി തകർത്തതായി ഇറാൻ അവകാശപ്പെടുകയായിരുന്നു. അമേരിക്കൻ സൈന്യം ഇറാനെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ച് 48 മണിക്കൂർ തികയും മുമ്പായിരുന്നു അമേരിക്കയുടെ 2 വിമാനങ്ങൾ ഇറാൻ തകർത്തത് എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഈ ബോംബ് ഷെല്ലുകൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ഈ സംഭവങ്ങൾ ബാധിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് വെറും ഒരു തടസ്സമല്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഡ്രോൺ യുദ്ധങ്ങളും വിമാന വീഴ്ത്തലുകളും എങ്ങോട്ടാണ് ഈ 2 രാജ്യങ്ങളെയും ഒപ്പം ലോകത്തെയും നയിക്കാൻ പോകുന്നത്? അടുത്ത ട്വിസ്റ്റ് എന്തായിരിക്കും? ആര് മുന്നിട്ട് നിൽക്കും? കാത്തിരുന്ന് കാണാം. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. അബുദാബിയിലെ അജ്മാനിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ 5 ഇന്ത്യക്കാരടക്കം 12 പേർക്ക് കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയിരുന്നു. കുവൈറ്റിൽ എണ്ണ ശുദ്ധീകരണ കേന്ദ്രവും കുടിവെള്ള വൈദ്യുതി വിതരണ കേന്ദ്രവും ഇറാൻ ആക്രമിച്ചു. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ദുബായിലെ ഹിന്ദു ക്ഷേത്രവും ഗുരുദ്വാരയും ക്രൈസ്തവ ആരാധനാലയങ്ങളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. UAE തലസ്ഥാനമായ അബുദാബിയിലെ അജ്മാനിൽ നടത്തിയ മിസൈൽ ആക്രമണം UAE ചെറുത്തു. ഇതിനിടെ മിസൈൽ അവശിഷ്ടങ്ങൾ വീണാണ് 5 ഇന്ത്യക്കാർക്കും 7 നേപ്പാൾ സ്വദേശികൾക്കും പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇതോടെ UAEയിൽ ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 203 ആയി. അജ്മാനിലാണ് രാജ്യത്തെ പ്രധാന സൗരോർജ്ജ പ്ലാന്റുകളിലൊന്ന് പ്രവർത്തിക്കുന്നത്. 18 ബാലിസ്റ്റിക് മിസൈലുകൾ, 4 ക്രൂയിസ് മിസൈലുകൾ, 47 ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണ ശ്രമമെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അബുദാബിയിലെ തന്നെ ഹബ്ഷാനിലും വ്യോമാക്രമണ ശ്രമമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് ഷബ്ഷാനിലെ ഗ്യാസ് പ്ലാന്റ് താൽക്കാലികമായി അടച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് കേടുപാട് പറ്റി.